സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ശ്രോതാക്കൾക്കും ദൈവനാമത്തിൽ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു തിരുവചനം വായിക്കുന്നു. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം അധ്യായം 5 വാക്യം 25. നിന്റെ പ്രതിയോഗിയോടുകൂടെ വഴിയിലുള്ളപ്പോൾ തന്നെ വേഗത്തിൽ അവനോട് ഇണങ്ങിക്കൊള്ളുക, അല്ലാഞ്ഞാൽ പ്രതിയോഗി നിന്നെ ന്യായാധിപൻ സേവകനും ഏൽപ്പിച്ചിട്ട് നീ തടവിലായി പോകും. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 21 മുതൽ 28 വരെയുള്ള വേദഭാഗത്ത് അനുരഞ്ജനത്തിൻ്റെ സന്ദേശമാണ് നാം കാണുന്നത്. അഥവാ ബന്ധങ്ങളുടെ യഥാസ്ഥാനപ്പെടുത്തലിനെ കുറിച്ച് കർത്താവ് സംസാരിക്കുകയാണ്. നമ്മുടെ കുടുംബത്തിൽ, സഭയിൽ, സമൂഹത്തിൽ, ജോലിസ്ഥലത്ത് ഒക്കെ നാം ബന്ധപ്പെടേണ്ട പല വ്യക്തിബന്ധങ്ങളുണ്ട്. മാതാപിതാക്കൾ, മക്കൾ, സഹോദരങ്ങൾ, ബന്ധുമിത്രാദികൾ, വേണ്ടപ്പെട്ടവർ, ചർച്ചക്കാർ, സഭയിലെ ശുശ്രൂഷകർ, സഭയിലെ ദൈവമക്കൾ, ജോലിസ്ഥലത്തെ സുഹൃത്തുക്കൾ, ഇങ്ങനെ ആ പട്ടിക നീണ്ടുപോകുന്നു. ഇവിടെയെല്ലാം മറ്റുള്ളവരുമായിട്ടുള്ള നല്ല ബന്ധം കാത്തു സൂക്ഷിക്കുക അത്യാവശ്യമാണ്. ഇത് പലപ്പോഴും നമുക്ക് കഠിനമായി തീരാറുണ്ട്. നിസ്സാര വിഷയങ്ങൾ പോലും ബന്ധങ്ങളെ ഉലയ്ക്കാറുണ്ട്, ബന്ധങ്ങളെ ശിഥിലമാക്കാറുണ്ട്, ബന്ധങ്ങളെ എന്നേക്കുമായി നമ്മിൽ നിന്നും അകറ്റാറുണ്ട്. എന്താണ് ഇതിനൊരു പോംവഴി? കർത്താവ് ഇവിടെ നിർദ്ദേശിക്കുന്നത്, ബന്ധങ്ങൾ ഉലയുമ്പോൾ, ബന്ധങ്ങൾ തകരുമ്പോൾ അത് പുനർനിർമ്മിക്കുവാൻ നാം തന്നെ ആദ്യമായി ഒരു സ്റ്റെപ്പ് എടുക്കണമെന്നാണ്. ഇതിന് ഉദാഹരണമായ ഒരു സംഭവകഥ വായിച്ചത് ഓർക്കുകയാണ്. സാം, ജോസ് എന്നീ സുഹൃത്തുക്കൾ തമ്മിൽ വളരെ വർഷങ്ങളായി വളരെ നല്ല സുഹൃത്ത് ബന്ധം നിലനിർത്തിയിരുന്നു. എന്നാൽ നിസ്സാര കാരണങ്ങളാൽ അവർ തമ്മിൽ പിരിയുവാനിടയായി. ബന്ധം പുനഃസ്ഥാപിക്കുവാനുള്ള സാമിൻ്റെയും ജോസിൻ്റെയും ഉദ്യമങ്ങളൊന്നും ഫലം കണ്ടില്ല. അങ്ങനെ ഇരിക്കെ ജോസിൻ്റെ അമ്മയുടെ മരണവാർത്ത സാം അറിയുവാനിടയായി. അങ്ങനെ ഇതൊരവസരമായി കണ്ടുകൊണ്ട് സാം ജോസിൻ്റെ ഭവനത്തിൽ കടന്നുപോയി. ജോസിൻ്റെ അമ്മയുടെ ശവ സംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുത്തു. അടക്ക ശുശ്രൂഷയ്ക്ക് ശേഷം അവർ തമ്മിൽ ആലിംഗനം ചെയ്തു, കരയുവാനിടയായി. അവർ വീണ്ടും ഒരുമിച്ച് പ്രാർത്ഥിച്ചു. ഒരുമിച്ച് അവരുടെ പഴയ സുഹൃത്ത് ബന്ധം യഥാസ്ഥാനപ്പെടുത്തുവാനും കഴിഞ്ഞു. മത്തായി സുവിശേഷം 5-ാം അധ്യായം 21 മുതൽ 26 വരെ യേശുവിൻ്റെ വാക്കുകളിലെ പ്രതിപാദ്യം വ്യക്തിബന്ധങ്ങളിൽ പരിഹരിക്കപ്പെടാതെ നിലനിൽക്കുന്ന സംഘർഷങ്ങളാണ്. വലിയ ഭിന്നതയിലേക്ക് നയിക്കാവുന്ന ഒരു ചെറിയ ദേഷ്യം, അത് ഗൗരവമായ ഒരു കാര്യമാണ്. അതിലുപരി ബന്ധങ്ങൾ നല്ല നിലയിലാക്കുക എന്നുള്ളത് നമ്മുടെ അത്യാവശ്യവുമാണ്. ദൈവത്തിന് വഴിപാട് അർപ്പിക്കുന്നതിന് മുമ്പ് ദൈവം ഇവിടെ ഓർപ്പിക്കുകയാണ്,
ആദ്യം ബന്ധങ്ങളിൽ എന്തെങ്കിലും വിള്ളലുണ്ടോ എന്ന് ചിന്തിക്കുക എന്ന്. വ്യക്തിബന്ധങ്ങൾ ഇന്ന് വളരെ അപകടകരമായ നിലയിൽ തകർന്നിരിക്കുകയാണ്. ഭാര്യ ഭർത്തൃബന്ധങ്ങൾ, സഹോദരങ്ങൾ തമ്മിലുള്ള, സുഹൃത്തുക്കൾ തമ്മിലുള്ള, ബന്ധുമിത്രാദികൾ തമ്മിലുള്ള ബന്ധങ്ങളെല്ലാം തകർന്നിരിക്കുകയാണ്. ഇവിടെ അത് പുനഃസ്ഥാപിക്കുവാൻ ആ വ്യക്തി ഇങ്ങോട്ട് വന്ന് മാപ്പ് ചോദിക്കട്ടെ, അഥവാ എന്നോട് സംസാരിക്കട്ടെ എന്ന് കാത്തിരിക്കാതെ നാം തന്നെ ഒരു സ്റ്റെപ്പ് എടുത്താൽ ബന്ധങ്ങൾ വേഗത്തിൽ പുനഃസ്ഥാപിക്കുവാനായിട്ട് സാധിക്കും. ആമേൻ, ആമേൻ. Snake.